പ്രിയമുള്ള ജനങ്ങളെ, ഞാനിവിടെ ചെണ്ടുമല്ലിയുടെ കൃഷി ചെയ്ത ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഇത് സാധാരണ രീതിയിൽ നമ്മുടെ ഓണത്തിന് വേണ്ടിയുള്ള പൂക്കളെല്ലാം തന്നെ തമിഴ്നാടും കർണാടകയും ആശ്രയിക്കുന്ന ഒരു ഗതിയാണ് നമ്മൾ വരുന്നത്. പക്ഷേ നമുക്കുള്ള പൂക്കൾ നമ്മൾ തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ആദായത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പൂവിടാൻ വേണ്ടിയുള്ള പൂക്കൾ നമുക്ക് തന്നെ ഉണ്ടാക്കാം. പൂക്കൃഷിയിൽ നമുക്ക് സ്വയം പര്യാപ്തത നേടാം എന്നതിനുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയ ചെണ്ടുമല്ലി പൂക്കളാണ്. അതിൻ്റെ മനോഹരമായ ദൃശ്യമാണ്. സാധാരണ രീതിയിൽ ഇത് ഹൈബ്രിഡ് ചെണ്ടുമല്ലിയുടെ തോട്ടമാണ്. ഇത് ഒരു മരത്തിൽ തന്നെ നമുക്ക് 3-4 കിലോ നമുക്ക് ശേഖരിച്ച് വെക്കാം. അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ലാഭകരമാണ്. കുറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് കൂടുതൽ വരുമാനം നേടിയെടുക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ വേണ്ട പ്രധാന ഘടകങ്ങൾ, ഇതിന് ആവശ്യാനുസരണം പ്രധാനമായും സമയാസമയം നമുക്ക് രോഗപ്രതിരോധത്തിനുള്ള മരുന്നുകൾ തളിക്കണം. അതേപോലെ തന്നെ വളം ചെയ്യണം. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു വസ്തുത, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന നല്ല ഒരു തുറസ്സായ സ്ഥലം വേണം. കിളച്ചു മറിയുന്ന മണ്ണാവണം. അതേപോലെ തന്നെ ഇത് ജൂൺ മാസം പ്രാരംഭഘട്ടത്തിൽ, ജൂൺ ആദ്യവാരത്തിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല വരുമാനം നേടിയെടുക്കാം. ഇത് ഞാൻ ജൂലൈ 15-ാം തീയതിയാണ് ഇത് കൃഷി ചെയ്തത്. പക്ഷേ എനിക്ക് ഓണത്തിന് തിരുവോണ നാളിലേക്ക് പൂ പറിക്കാൻ കിട്ടിയിട്ടില്ല. ഒരു 10 ദിവസം മുമ്പാണെങ്കിൽ ഇത് ധാരാളം പൂക്കളുണ്ടായിരുന്നു. ഇത് ഞാൻ ഫസ്റ്റ് സംരംഭമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കർഷകർക്ക് ഇത് അനുകരിക്കാവുന്ന ഒരു പ്രധാന ഒരു വിളയാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ശാസ്ത്രീയമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് പൂക്കൃഷിയിൽ സ്വയം പര്യാപ്തത നേടാം എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഹൈബ്രിഡ് രീതിയിൽ ഉള്ള ചെണ്ടുമല്ലി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ പൂവുണ്ടാകും. ഇതിൻ്റെ പൂവിൻ്റെ വലുപ്പമാണ് ഈ കാണുന്നത്. ഇത്രയ്ക്കും വലിയ പൂവുണ്ടാകും. അതുകൊണ്ട് തന്നെ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന സമയത്ത് ഹൈബ്രിഡ് തൈ നിങ്ങൾ നോക്കി വാങ്ങി അത് കൃഷി ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ ഇത് ലാഭകരമുള്ളൂ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.